നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇവരുടെ ആഗ്രഹങ്ങൾ പൂണിയാൻ പോകുന്നു. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടുവരുന്നു. ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ഏതൊരു ആഗ്രഹത്തിനും പൂർണ്ണ ഫലസിദ്ധിയാണ് ഒന്നുചേരാൻ പോകുന്നത്. ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യം ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പലപ്പോഴായി നേട്ടങ്ങളുണ്ടാകും. ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ സ്വീവച്ചുകൊണ്ട് ഗ്രഹമാറ്റം കൊണ്ടും വലിയ തോതിലുള്ള മാറ്റങ്ങൾ, ഉയർച്ചകൾ ഒക്കെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമ്പോൾ ചില നക്ഷത്രക്കാർക്കുണ്ടാകും. അപ്പോൾ ഉള്ള സ്ഥിതി വെച്ചാണ് പലർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, ധനയോഗം ഇത്യാദി കാര്യങ്ങൾ വന്നു ചേരുന്നത്. ഇപ്പോൾ ഉള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ആർഭാടത്തോടുകൂടി കഴിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ജീവിതം പാടെ മാറുകയും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വീട് വയ്ക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനും എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഒട്ടേറെ ഗുണഫലങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്നു. പണം ഇവരുടെ കൈകളിൽ വന്നു ചേരും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസേനയുള്ള എൻ്റെ ഉപാസനാ ശക്തിയായ ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും ദുഃഖ ദുരിതങ്ങൾ മാറുന്നതിനു വേണ്ടിയുള്ള അകമഴിഞ്ഞ സങ്കല്പം പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതിനുവേണ്ടി താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഭാഗ്യ നാളുകൾ, ഭാഗ്യത്തിൻ്റെ എല്ലാവിധ ഉയർച്ചകളും തുടങ്ങുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ സമയമാറ്റം പല വിധത്തിലാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഓരോ സമയമാറ്റത്തിൻ്റെയും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള തുടക്കം തന്നെയാണ് ഉണ്ടാകുന്നത്. സമയം അനുകൂലമായി വരുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അറിയാൻ കഴിയുന്നത് മനസ്സിൽ അകാരണമായിട്ടുള്ള സന്തോഷം വന്നു നിറയും. ഒരു ശുഭാപ്തി വിശ്വാസം ലഭിക്കുകയും എങ്ങുമില്ലാത്ത രീതിയിലുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. ഏതൊരു കാര്യത്തിന് അത് തുടങ്ങുന്നതിനോ അത് തുടർന്നു പോകുന്നതിനോ ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകുകയില്ല. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് കൺമുന്നിൽ നടന്നു കിട്ടുന്ന സാഹചര്യങ്ങളും ലഭിക്കും. അങ്ങനെയുള്ള സമയത്ത് ചെയ്യുന്നതൊക്കെയും പൊന്നായി മാറും, വിജയമായിരിക്കും. അങ്ങനെയുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു വലിയ സൗഭാഗ്യം ജീവിതത്തിൽ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സൗഭാഗ്യം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട തൊഴിലാകാം. വളരെ നാളുകളായി ശ്രമിച്ചിട്ട് നടക്കാത്ത തൊഴിൽ, ജോലി ഇതിപ്പോൾ ലഭിച്ച് തുടങ്ങുന്നൊരു സമയമാണ്. മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേർന്നുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ തുടർക്കഥയാകുന്ന സമയമാണ്. സമയം തെളിയുന്നതിൻ്റെ ശുഭസൂചികയായി ഭാഗ്യം ഇവരുടെ കൂടെ വന്നു ചേരും. ഇവരുടെ പ്രാർത്ഥനകൾക്ക്, വഴിപാടുകൾക്ക്, സൽക്കർമ്മങ്ങൾക്കൊക്കെ ഫലസിദ്ധി വന്നു ചേരും. ഇരട്ടി ഫലമാണ് ഇവർക്ക് ഈ സമയങ്ങളിൽ ലഭിക്കുക. ഇവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തുക. ആ ദേവന്റെയോ ദേവിയുടെയോ ഐശ്വര്യം ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബ ക്ഷേത്രം, ധർമ്മദേവത പ്രീതി വരുത്തുകയും പിതൃപ്രീതി വരുത്തുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യം വന്നു ചേരും. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. വലിയ ഭാഗ്യം ഇവരെ തേടിയെത്തും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി പണത്തിന്റെ ബുദ്ധിമുട്ട് അവരുടെ കൈകളിൽ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക പിരിമുറുക്കം മൂലം അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള അനുകൂലമായ സമയം ജീവിതത്തിലെ എല്ലാവിധ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാനുള്ള അവസരമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. കൈകളിൽ പണം കുമിഞ്ഞു കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ
അനുഭവിച്ച് ഒരുപാട് പരിശ്രമിച്ച് ദുഃഖം ഒരിക്കലും മാറുകയില്ല എന്ന് വിചാരിച്ച സമയത്താണ് ഇവരുടെ ഈ ഒരു വലിയ ഭാഗ്യം വന്നു ചേരുന്നത്. അതിലൂടെ അവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരും. ഇവർക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും. അതോടൊപ്പം തന്നെ സാമ്പത്തിക അഭിവൃദ്ധി, നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനും ആഗ്രഹിച്ച രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. സങ്കടങ്ങൾ മാറുന്നു, ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ഇനി സന്തോഷത്തിന്റെ നാളുകൾ വന്നു ചേരുന്നു. മാനസികമായി ഉണ്ടായിരുന്ന പലവിധ പിരിമുറുക്കങ്ങളൊക്കെ മാറുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്നു. മനസ്സമാധാനമായി ഒന്നുറങ്ങാൻ സാധിക്കുന്നൊരു സമയമാണ്. സ്വപ്നങ്ങൾ പൂണിയുന്ന, പണം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഇവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു. തുടങ്ങിക്കഴിഞ്ഞു ഇവരുടെ സൗഭാഗ്യ ദിനങ്ങൾ. അതിലൂടെ ഭാഗ്യത്തിന്റെ കൊടുമുടി കയറുന്നു. പൂർണ്ണ മനസ്സോടുകൂടി ഇവർ പ്രാർത്ഥിക്കുക. സത്യമായും ഇവരുടെ ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിലും ഇവരെ തേടിയെത്താൻ പോകുന്നത് ഭാഗ്യത്തിന്റെ നിമിത്തങ്ങളാണ്. ജീവിതത്തിൽ കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായ ധനലാഭം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. വിദ്യാർത്ഥികൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് പല വിധത്തിലാണ് ഇവരെ ഭാഗ്യം കടാക്ഷിക്കുന്നത്. ദേവി ചൈതന്യം ഇവരുടെ കൂടെ ഉണ്ടാവുകയും ഇവരുടെ എല്ലാവിധ കാര്യങ്ങൾക്കും അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും. തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറും. ഏറ്റവും അധികം ഭാഗ്യം ഇവർക്ക് ഈ ഒരു സമയത്ത് കിട്ടുകയും മാനസിക സമ്മർദ്ദങ്ങളൊക്കെ തീർക്കാൻ സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഞെരുക്കം മാറി പണം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. കഷ്ടപ്പാടുകളൊക്കെ മാറും. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഇനി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം ഉണ്ട്. വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ടോ തൊഴിലുമായി ബന്ധപ്പെട്ടോ ഒക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും ഇവർക്ക് അവിടെ നിന്ന് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. ഒരു ചെറിയ തുകയ്ക്കുള്ള ലോട്ടറി സമ്മാനമോ വിലപിടിപ്പുള്ള സമ്മാനമോ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, പണം കയ്യിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. കടബാധകളൊക്കെ തീർക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നു. ഇവർ അടുത്തുള്ള ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുകയും വീട് നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിയുകയും വീട് പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഭാഗ്യം വലിയ തോതിൽ തന്നെ സാധിക്കുന്ന ഒരു സമയമാണ്. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. മികച്ച മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. രോഗ ദുരിതങ്ങളൊക്കെ മാറുന്നു. സങ്കടങ്ങൾ മാറി പണം ഇവരുടെ കൈകളിൽ വന്നു ചേരുന്നു. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. സന്തോഷപൂർണമായ അവസ്ഥകൾ വന്നു ചേരും. ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരാനുള്ള അവസരം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്കും മഹാഭാഗ്യം തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ ബാധ്യതകളും കടബാധ്യതകളൊക്കെ തീർക്കാൻ സാധിക്കുന്നു. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു കാലം തന്നെ ഈ നക്ഷത്രക്കാരെ തുണയ്ക്കുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് തൊഴിൽ ലബ്ധി വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമുണ്ടാകുന്നു. സന്താന ദുരിതങ്ങളൊക്കെ മാറി സൽസന്താന ലബ്ധി വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം, രാജയോഗം തന്നെ വന്നു ചേരുന്ന സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.